പ്രിയപ്പെട്ട മഹമ്മൂദ് ബിൻ ഹമീദ് സാറിന് ഒരു മുഖമൊഴിയോടെ ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്തട്ടെ. ഞാൻ ബുലാല ഇഖ്ബാൽ, കോഴ്ചന സ്കൂളിൽ +1 പഠിക്കുന്നു. സാറിനെ ഒന്ന് നേരിൽ കാണാൻ അതിയായ ആഗ്രഹവുമായി സാറിന്റെ പടിവാതിൽക്കൽ മാസങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഞാൻ വന്നിരുന്നു. അന്ന് ഭാഗ്യം എന്നെ തുണച്ചില്ല. അതുകൊണ്ടാണ് ഈ എഴുത്തിലൂടെ ഇങ്ങനെയൊരു ശ്രമം. ഒരു വസന്തമായി എത്തിയ പുതുമഴയുടെ രാഗം മണ്ണിൽ സുഗന്ധം പ്രസരിപ്പിച്ചപ്പോഴാണ് എന്നെ ഗ്രാമവിശുദ്ധിയിലേക്ക് പറിച്ചു നട്ടത്. എന്റെ ബാപ്പച്ചി എന്നെ ബുലാലയെന്നും മെഹക് എന്നും വിളിച്ചു. ഞാൻ ഇന്നും കൗതുകത്തോടെ മാത്രം ശ്രവിച്ചിരുന്ന ആ വിചിത്ര നാമങ്ങളുടെ അർത്ഥവും കാരണവും അന്വേഷിച്ചപ്പോഴാണ് ബുലാല എന്നാൽ പുതുമഴ, മെഹക് എന്നാൽ സുഗന്ധമെന്ന് എന്റെ ബാപ്പച്ചി തന്നെയാണ് എന്നെ പഠിപ്പിച്ചിരുന്നത്. മഴയും സുഗന്ധവുമായി തന്നെ ഞാൻ അവരെ തഴുകിക്കൊണ്ടിരുന്നു. ആ സ്നേഹവാത്സല്യം എന്റെ കാഴ്ചകൾക്ക് കൂടുതൽ ശോഭയും പിന്നീട് അതിലേറെ സഹനവുമാണ് സമ്മാനിച്ചിരുന്നത്. ഞാൻ സാറിന്റെ വീട്ടിൽ എത്തിച്ചു നൽകിയ വിരൽത്തുമ്പിലെ സഹനവർണ്ണങ്ങൾ എന്ന കഥയ്ക്ക് രചനാ വൈഭവം തീർത്തതും ആ കരങ്ങൾ തന്നെയാണ്. പ്രകൃതിയെയും പൂക്കളെയും പുസ്തകങ്ങളെയും ഹൃദയത്തിൽ ആവാഹിച്ച ആ എഴുത്തുകാരനെ മറ്റാരും അറിയാതെ പോയി എന്നുള്ളതാണ് ആ കഥയുടെ വിസ്മയം. അദ്ദേഹത്തിന്റെ ബാല്യകൗമാര യൗവന ദിശകളിലെ വൈകാരിക അനുഭവങ്ങളാണ് ആ കഥയ്ക്ക് ചിത്രചാതുര്യം പകർന്നത്. അവഗണന, പരിഹാസം തുടങ്ങിയവ വേണ്ടുവോളം ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് ജീവിതത്തിൽ എന്നെന്നും സാന്ത്വനത്തിന്റെ അനർഘ നിമിഷങ്ങളെ സമ്മാനിച്ചിരുന്നത് വിസ്മയകരമായ പുസ്തക ലോകമായിരുന്നു. വായനയിൽ നിർവൃതി കൊണ്ട അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളുമായി അഗാധമായ ഒരു ബന്ധം സ്ഥാപിച്ചു. അർത്ഥമറിയാത്ത വാക്കുകളിലെയൊന്നും അർത്ഥം അന്വേഷിച്ചില്ല. പക്ഷേ മനമറിഞ്ഞ വാക്കുകളെല്ലാം ഹൃദയത്തിൽ ആവാഹിച്ചു. ബാല്യം മുതൽക്ക് തന്നെ ഡയറി എഴുത്ത് ശീലിച്ചു. എഴുതിക്കൂട്ടിയ ദിനാന്ത കുറിപ്പുകൾക്കെല്ലാം ക്ലേശങ്ങളുടെ മേമ്പോടെയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ജീവിത സന്ധ്യകൾക്ക് ഉപ്പുരസം കലർന്നതുകൊണ്ടാവാം ആത്മാവിന്റെ ശകലങ്ങളിൽ എഴുത്താണി ഉരയുന്ന ശബ്ദം വീണ്ടും വീണ്ടും അദ്ദേഹത്തെ അലോസരപ്പെടുത്തി. സ്നേഹത്തിന്റെ അനശ്വരത പറഞ്ഞുകൊണ്ടും വിരഹത്തിന്റെ വേദന കാഠിന്യത്തെ വിവരിച്ചുകൊണ്ടും അദ്ദേഹം കുത്തിക്കുറിക്കലുകൾ ആരംഭിച്ചു. ഡയറികളിലും എന്റെ നോട്ട് പുസ്തകങ്ങളിലുമാണ് അദ്ദേഹം കുത്തിക്കുറിച്ചിരുന്നത്. മറന്നു പോകരുതെന്ന് കരുതിയ തീയതികളൊക്കെ ചുമരുകളിലും കുറിച്ചിട്ടു. അക്കാലത്ത് എനിക്ക് നഷ്ടപ്പെട്ടിരുന്ന നോട്ട് പുസ്തകങ്ങൾക്കു പകരം എന്റെ അമ്മായി എനിക്ക് പുതിയ നോട്ട് പുസ്തകങ്ങൾ വാങ്ങിച്ചു തരികയും അദ്ദേഹം എഴുതി ഉപേക്ഷിച്ചത് മുഴുവൻ ഭദ്രമായി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. അങ്ങനെ പലപ്പോഴായി കുത്തിക്കുറിച്ചിട്ടതൊക്കെ ഒരു പുസ്തകമായി അച്ചടിച്ചു കാണാനായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. വെറുമൊരു ആഗ്രഹമായിരുന്നില്ല, ഒരു ജീവിതാഭിലാഷം തന്നെയായിരുന്നു. അത് പുസ്തകമായി അച്ചടിക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. അതിന് ഏറെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പ്രാരാബ്ധങ്ങൾക്കിടയിൽ 10ാം ക്ലാസ് പഠനം മാത്രം പൂർത്തിയാക്കിയതോടെ അദ്ദേഹത്തിന്റെ വിജ്ഞാന സമ്പാദനം അനുഭവങ്ങളിലൂടെ മാത്രമായി ഒതുങ്ങുകയായിരുന്നു. തന്റെ വിസ്മയങ്ങളായ അക്ഷരങ്ങൾക്ക് സാഹിത്യ നിർമ്മാണം ഉണ്ടെന്ന് ബാപ്പച്ചി സ്വയം മനസ്സിലാക്കിയിരിക്കണം. എന്തിനേറെ പറയണം, സ്വന്തമായൊരു ലിപി പോലും അദ്ദേഹം കണ്ടെത്തിയിരുന്നു. പക്ഷേ ചില അക്ഷരപ്പിഴവുകളും അഭംഗി ചാർത്തിയുള്ള കൈയെഴുത്തുമായിരിക്കാം അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തിയിരുന്നത്. എങ്കിലും എഴുതി തീർന്ന അക്ഷരക്കൂട്ടുകളുമായി ചില സുഹൃത്തുക്കളെ സമീപിച്ചിരുന്നു. അവരാരും ആ ഒരു സാഹസത്തിന് തുനിഞ്ഞിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് അദ്ദേഹത്തിന്റെ ആ പുസ്തകമോഹം മാറ്റിമറിക്കുന്ന ഒരു സംഭവം ബാപ്പച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അന്ന് ഞങ്ങളുടെ കുടുംബാംഗമായ ഒരു സ്ത്രീ എന്റെ അമ്മായിയെ ഉദ്ദേശിച്ചുകൊണ്ട് ആദ്യമായി ഉറക്കെ വിളിച്ചു പറഞ്ഞതായിരുന്നു ആ കാട്ടുതീ. പിന്നീട് അത് ഗ്രാമത്തിലെ മുഴുവൻ പേരും ഏറ്റുപിടിച്ചു. ഇല്ല, കുറ്റപ്പെടുത്തിയവരോടും വേദനിപ്പിച്ചവരോടും എന്റെ ബാപ്പച്ചിക്ക് ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. നിറഞ്ഞ മനസ്സോടെ മാത്രമായിരുന്നു അത്തരക്കാരെ അദ്ദേഹം അഭിമുഖീകരിച്ചിരുന്നത്. ഒടുവിൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് അക്ഷരക്കൂട്ടുകളുടെ ആ തൂലികാ വിമർശനങ്ങളെയും വിവാദങ്ങളെയും അതിജീവിക്കാനാവാതെ ചലനമറ്റു എന്നുള്ളതാണ് ആ കഥയുടെ മറ്റൊരു ദുഃഖം. നിർഭാഗ്യമാണോ വിധിയാണോ എന്നത് എനിക്ക് തീർച്ചയില്ല. അദ്ദേഹം ഞങ്ങളെ വിട്ടുപിരിയുമ്പോൾ ഞാൻ വാളക്കുളം UP സ്കൂളിൽ 5ാം തരത്തിൽ പഠിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് 33 വയസ്സായിരുന്നു പ്രായം. അധികമാരും കയറി ചെല്ലാത്ത ആ പുൽവയലിൽ അന്നാദ്യമായി അദ്ദേഹം കയറി ചെന്നു. വിഷം തീണ്ടിയതാണെന്നാണ് ജനങ്ങൾ പറഞ്ഞത്. അത് ഞങ്ങളും വിശ്വസിക്കുന്നു.
എന്തു ശാലിനിക്കുട്ടി, എത്ര പെട്ടെന്നാണല്ലേ ദിവസങ്ങൾ ഇങ്ങനെ പൊഴിയുന്നതുപോലെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തു ചെയ്യാൻ, പതിവ് പോലെ നമുക്ക് ഇനി കാണുവാനും കേൾക്കുവാനും തീരെ അവസരങ്ങളില്ലാതെയായിക്കൊണ്ടിരിക്കുകയാണല്ലോ. നീ ഇന്നലെയും ഒരുപാട് നേരം കടവിൽ വന്ന് എന്നെയും കാത്തിരുന്ന് തിരിച്ചു പോയിട്ടുണ്ടാവും അല്ലേ? വെന്നിയൂരങ്ങാടിയിലെ എൻ്റെ ഒരു അകന്ന ബന്ധുവിൻ്റെ മരണവീട്ടിൽ പോയതുകൊണ്ട് മാത്രമായിരുന്നു ഞാൻ എന്നെ കാണാൻ വരാതിരുന്നത്. പാച്ചു, പിന്നെ എന്തൊക്കെയാണ് എൻ്റെ പുതിയ വർത്തമാനങ്ങൾ? വിനിലയോടും നസ്രിയയോടും സൽവയോടും ഒക്കെ എൻ്റെ അന്വേഷണം പറഞ്ഞതായി പറയണം. പിന്നെ അവസരം കിട്ടുമ്പോഴൊക്കെ എഴുതണം. എഴുത്തിന് മുടങ്ങാതെ മറുപടി അയക്കാനും മറക്കരുത്. കഴിഞ്ഞ എഴുത്തിൽ നീ പറഞ്ഞിരുന്നത് അടുത്ത തിങ്കളാഴ്ചയല്ലേ നീ ഇനി അവസാനമായി സ്കൂളിലേക്ക് വരുമെന്നുള്ള കാര്യം. അന്നാണെങ്കിൽ അന്ന് ഞാൻ നിന്നെ ഉറപ്പായിട്ടും തെക്കേ കുളക്കടവിൽ കാത്തിരിക്കാം. പിന്നെ ഞാൻ ഈ എഴുത്തിനൊപ്പം നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്ന ഈ ഒരു കൊച്ചു വെള്ളി മോതിരത്തിന് എൻ്റെ ജീവൻ്റെ വിലയാണുള്ളത്. നീ എപ്പോഴും പറയാറുള്ള നമ്മുടെ ആ കഥയില്ലേ, ആ കഥയിലെ ബുൾബുൾ മൈനയും നർഗിസ് ചെടിയും പോലെ നമ്മൾ ഒന്നായിത്തീരുന്ന ആ നല്ല കാലം വരേക്കും നീ ഇത് പരമരഹസ്യമായി തന്നെ സൂക്ഷിക്കണം. നേരിൽ കാണാൻ അതിയായി വെമ്പൽ കൊള്ളുന്ന ഒരു ശ്വാസനിശ്വാസത്തോടെ മാത്രം ഇനി ഞാൻ എൻ്റെ ഈ എഴുത്ത് ചുരുക്കട്ടെ. നിന്റെ സ്വന്തം നിസാർ. ചിതറും നിലാവിൻ്റെ മടിയിൽ തല ചായ്ക്കാനൊടുവിൽ നീ എത്തി നിശാഗന്ധി.
നിന്നോർമ്മയിൽ പൂത്ത ചിന്തകളിൽ രാഗചന്ദനം ചാർത്തി നിന്നു എൻ മാനസം. ചിതറും നിലാവിൻ്റെ മടിയിൽ തല ചായ്ക്കാനൊടുവിൽ നീയെത്തി നിശാഗന്ധി. നിന്നോർമ്മയിൽ പൂത്ത ചിന്തകളിൽ രാഗചന്ദനം ചാർത്തി നിന്നു എൻ മാനസം. രാവുകൾ നിറമാർന്ന പകലിനെ തേടുമ്പോൾ അകതാരിലിഷ്ടമായോടിയെത്താം. രാമഴക്കാടിനെ പുളകങ്ങൾ ചാർത്തുവാൻ ഈ രാവിൽ ഇനി ഞാനും കാത്തിരിക്കാം. ചിതറും നിലാവിൻ്റെ മടിയിൽ തല ചായ്ക്കാനൊടുവിൽ നീയെത്തി നിശാഗന്ധി. നിന്നോർമ്മയിൽ പൂത്ത ചിന്തകളിൽ രാഗചന്ദനം ചാർത്തി നിന്നു എൻ മാനസം. ആശ്ലേഷധാരയിലമരും നിമിഷത്തിൽ ആ ദിവ്യ സ്നേഹത്തിൽ അമർന്നിടും ഞാൻ. വാളും പരിചയുമല്ലെനിക്കായുധം, വാചാലമാം നിന്റെ സ്നേഹം മതി. ചിതറും നിലാവിൻ്റെ മടിയിൽ തല ചായ്ക്കാനൊടുവിൽ നീയെത്തി നിശാഗന്ധി. നിന്നോർമ്മയിൽ പൂത്ത ചിന്തകളിൽ രാഗചന്ദനം ചാർത്തി നിന്നു എൻ മാനസം. ഒരല്പം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഞാനൊരു എഴുത്തുകാരിയോ സാഹിത്യകാരിയോ അല്ല. ആ കഥയ്ക്ക് വിരൽത്തുമ്പിലെ സഹനവർണ്ണങ്ങൾ എന്ന പേര് ചേരുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. എങ്കിലും ആ വിരൽത്തുമ്പ് പിടിച്ചല്ലേ ഞാൻ മുന്നോട്ട് നടന്നത്. എൻ്റെ ബാപ്പച്ചിയുടെ കഥ പ്രസിദ്ധീകരണ യോഗ്യമാണെങ്കിൽ ആ പുസ്തകത്തിൻ്റെ അവസാന പേജിൽ ഈ വരികളും കൂടെ എഴുതി ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോഴിച്ചന ഖബർസ്ഥാനിലെ ഏത് ചെടിയായിരിക്കും ബാപ്പച്ചിയുടെ ദേഹം വളമായി സ്വീകരിച്ച് പൂത്തുല്ലസിച്ച് നിൽക്കുന്നത്? ഇളങ്കാറ്റിൽ നൃത്തം ചെയ്യുന്നത് നിശാഗന്ധിയോ? വേദനയെയും സന്തോഷത്തെയും അനുസ്മരിപ്പിക്കുന്ന മൈലാഞ്ചി ചെടിയോ? ഒരായുസ് മുഴുവൻ ഹരിതശോഭയിൽ ഭ്രമിച്ചില്ലേ? വളവും വെള്ളവും നൽകി തൻ്റെ സാന്നിധ്യം ധന്യമാക്കിയില്ലേ? ഉദ്യാനപാലകൻ മുമ്പേ വേർപെട്ടുപോയി. ഇന്ന് നിങ്ങളിൽ ജീവന്റെ തുടിപ്പ്. പറയൂ, നിശാഗന്ധി പൂത്തിരിക്കുന്നുവെന്ന്. ഒരു തവണയല്ല, അനേകം തവണ നിശാഗന്ധി പൂത്തിരിക്കുന്നുവെന്ന്.